I was looking for KP Hamza. കേശവേട്ടന്റെ വീട്ടിൽ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു. ഞാൻ പോയില്ല, പോവാൻ തോന്നിയില്ല. മരണത്തിലും ബാക്കി നിൽക്കുന്ന ഈ വൈരാഗ്യം എനിക്ക് മനസ്സിലാവുന്നില്ല കപ്പി. ആര് പറഞ്ഞു വൈരാഗ്യമുണ്ടെന്ന്? ചലനമറ്റ് കിടക്കുന്ന അവന്റെ ശരീരം കാണാൻ എനിക്കാവില്ല, അതുകൊണ്ട് പോയില്ല. അവൻ എന്നെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ വൈരാഗ്യമെന്നാണ് പറഞ്ഞത്. അതുണ്ടായിരുന്നെങ്കിൽ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ അവനുണ്ടായിരുന്ന പങ്കറിയുന്ന ഏക ആൾ ഞാനാണ്. ഒരു വിരൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നില്ലേ എനിക്ക്? ചെയ്തില്ല. ഒരു ദ്രോഹവും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. ശരിയായിരിക്കാം. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയെ മാണിക്യം കേസിൽ നിന്ന് രക്ഷിക്കാനും നിങ്ങൾ കൂലി വാങ്ങിയിട്ടില്ല. ഒരു ചങ്ങാതിയെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വീണ്ടും ആ കള്ളക്കഥയായിട്ട് വരികയാണോ? 2 ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഒട്ടും പ്രീകൺസീവ്ഡ് ആവാതെ തന്നെ ചോദിക്കുകയാണ്. ഇനി പാലേരിയിലും ഈ ഭൂമിയിലും അതിനുള്ള ഉത്തരങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി താങ്കളാണ്. മാണിക്യംകുല കേസിൽ ഹാജിയുടെ പങ്കെന്താണ്? രണ്ടാമത്, ഹാജി എല്ലാ പ്രതിയെങ്കിൽ അതാരാണ്? അഹമ്മദ് ഹാജി മാണിക്കത്തിനെ കൊന്നിട്ടില്ല. അതാരാണെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരില്ല. 79 വയസ്സുള്ള ഒരു കിഴവനെ ഇനിയും നിങ്ങൾ ഈ ചോദ്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുത്തരുത്. നിങ്ങൾക്ക് പോവാം. നിങ്ങൾ ആർക്കോ വേണ്ടി പേരുന്ന ഭാരമാണത്. അതിറക്കി വെക്കാൻ സമയമായി കപ്പി. ഇനിയുള്ള ജീവിതം ലാഘവത്തോടെ നടന്നു തീർക്കും. സുഖമരണം ആശംസിക്കുകയാണോ മിസ്റ്റർ? ഞാൻ കൊണ്ടു നടക്കുന്ന കുറെ അധികം ഭാരങ്ങളും വേദനകളുമുണ്ട്. അതെന്നോടൊപ്പം മണ്ണിൽ ചേർന്നോളൂ. ഹരി, കോടമഞ്ഞിലൊരു ചന്ദ്രൻ മറയുന്നത് പോലെ മാണിക്യവും അവളുടെ മരണവും നമ്മുടെ കണ്ണിൽ നിന്ന് അദൃശ്യമാവുകയാണ്. ഇനി ആരെയും കാണാനില്ല ഈ മണ്ണിൽ. നീ പറഞ്ഞ മിസ്സിംഗ് ലിങ്ക്സിന്റെ സൂചനകളൊന്നും ബാക്കിയില്ല. ലെറ്റ് സ്റ്റോപ്പ് ദിസ്. ആരാ ഫോണിൽ? ആർ യു കോളിംഗ് സംബഡി? ഗൗതമിന്റെ മിസ്ഡ് കോൾസ്, ഓൾമോസ്റ്റ് 12 കോൾസ്. ഹീസ് ബാക്ക് ഇൻ ഡൽഹി. ഇന്നലെ എത്തി. വിളിക്കേ. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിരുന്നു. പുതിയൊരു ഗൗതം. എന്നെ ഉടനെ കാണണമെന്ന്. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആർക്ക്? നിനക്കോ? അവനും നിനക്കും. വൈ? KP ഹംസ അറിയുന്നതൊന്നും പറയില്ല എന്നാണ് പറഞ്ഞത്. ഗൗതം പക്ഷേ എന്തോ പറയാൻ തുടങ്ങുന്നു. അത് നല്ലതാണ്, പറയട്ടെ. മാണിക്യത്തിനും പറയാമായിരുന്നു, അച്ഛനും ഏട്ടനും എനിക്ക് വേണ്ടി കണ്ടുവച്ച മനുഷ്യനെ, പൊക്കനെ എനിക്ക് വേണ്ടെന്ന്. അവളത് പറഞ്ഞിരുന്നെങ്കിൽ, അവരത് കേട്ടിരുന്നെങ്കിൽ, ബാലൻ നായരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ ജാതകം മാറില്ലായിരുന്നു. യു ഷുഡ് കോൾ ഗൗതം. വിളിക്കണം അയാളെ. അപ്പൊ ഇനി കുറച്ചു ദിവസം ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ? അറിയില്ല. എന്റെ യാത്രയുടെ കാലവും നേരവും ഞാൻ നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്. മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ വീട്, ഐ മീൻ മുരിക്കുംകുന്നത്ത് വീടൊന്ന് കാണണമെന്നുണ്ട്. അങ്ങനെയൊന്നുണ്ടോ? പിന്നെന്താ, നല്ല കഥ. ആരിൻ്റെ കൂടെ ഇപ്പോ? മക്കളോ പേരക്കുട്ടികളോ അങ്ങനെ ആരെങ്കിലും? ഖാലിദ് സാഹിബ്, ആചാര്യ 1ാം കെട്ടിയുള്ള മൂത്ത മോൻ. അയാളും സാക്ഷാൽ ഹാജിയുടെ റിപ്ലിക്കാണോ? ഏയ്, മൂപ്പര് വലിയ പണ്ഡിതനാ. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലല്ലേ പഠിച്ചതൊക്കെ. 3 കെട്ടി 3 ഒഴിഞ്ഞു, കുട്ടികളുമില്ല. ഇപ്പൊ തറവാട്ടിൽ ഒറ്റയ്ക്കാ താമസം. എന്നും പാട്ടും കച്ചേരിയും ചങ്ങായിമാരും സപ്പറും. രസികനാ. ഇവിടെ നാട്ടുംപുറത്തുകാരുമായിട്ട് വലിയ ലോഹ്യമൊന്നുമില്ല. ഞാനുമായിട്ട് വലിയ കമ്പനിയാ. എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകാറുന്നേ. എനിക്കൊന്ന് കാണണം അദ്ദേഹത്തിന്. പറ്റുമോ? എന്താ സംശയം? ഇപ്പൊ ഇറങ്ങിക്കൊള്ളി, മൂപ്പർക്ക് വലിയ കാര്യാവും. जो मुझ में हो पर मुझे ही से छुपे हो, क्यों तुम मुझ
मुझसे छुपे हो, जब तुम मुझ में ही हो, तुम जो मुझ में हो पर मुझ ही से छुपे हो, तुम जो मुझ में हो पर मुझ ही से छुपे हो, क्यों तुम मुझसे छुपे हो, जब तुम मुझ में ही हो. ആത്മസാഗരത്തിൽ നീ ഉപ്പുപോൽ ഉൾച്ചേർന്നിട്ടും എന്തിനായി ഒളിക്കുന്നു അന്ധമാമാഴങ്ങളിൽ. ഓർത്തിടേണ്ടതില്ല ഞാൻ ഇനി ഈ പ്രപഞ്ചത്തെ, ഈ തുച്ഛ ജന്മത്തിനെ. നീ തന്നെ എനിക്കുള്ള ജീവനും പ്രപഞ്ചവും.